ഇനി ബിനാലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പ്രശസ്ത ഇറ്റാലിയൻ കലാകാരനായ ഫ്രാൻസെസ്കോ ക്ലെമന്തെയും ഉണ്ട് ഇത്തവണത്തെ കൊച്ചി മുസിരിസ് ബിനാലെ. കൂടാരത്തിന്റെ രൂപവും ഘടനയും ഉപയോഗിച്ച് ക്ലെമന്റെ നടത്തിയ പരീക്ഷണങ്ങളാണ് പെപ്പർ ടെന്റ്. നാടോടി കലാകാരൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസെസ്കോ ക്ലെമന്റെ യാത്രകളിൽ നിന്നാണ് പെപ്പർ ടെന്റിന്റെ ആശയം ഉൾക്കൊണ്ടത്. 1970കളിലാണ് ക്ലെമന്റെ ഇന്ത്യയുമായുള്ള ബന്ധം തുടങ്ങുന്നത്. ഇന്ത്യൻ കൂടാര നിർമ്മാണ തൊഴിലാളികളാണ് രാജസ്ഥാനിൽ വെച്ച് ഈ കൂടാരത്തെ ചിത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞത്. നക്ഷത്രങ്ങളും കുരുമുളക് മണികളും യാത്ര ചെയ്യുന്ന കപ്പലും ധ്യാനനിരതനായ നാവികനുമാണ് ടെന്റിനുള്ളിൽ. ഇന്ത്യയിൽ പഠനം നടത്തിയ ക്ലെമന്തെയുടെ കലായാത്ര തന്നെയാണ് ഈ സൃഷ്ടി. Well, I wouldn't be who I am without India. My education really comes from this country, and that's where I learned how to make what I make. So I only want to give something back. സ്വയം തിരിച്ചറിവുകൾക്കായി നടത്തുന്ന അലച്ചിലുകൾക്കിടയിൽ രൂപപ്പെടുത്തിയ കലാലോകമാണ് ഈ ടെന്റ്. അടുത്ത പ്രദർശനവും ഇന്ത്യയിൽ തന്നെ നടത്താനാണ് ക്ലെമന്റെ ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്. തീർച്ചയായും ബിനാലെ ഒരു പുതിയ അനുഭവം തന്നെയാണ് മലയാളിക്ക് മുന്നിൽ തുറക്കുന്നത്. കേരള ചരിത്രത്തിലെ പ്രസക്ത ഭാഗങ്ങൾ 12 അടി നീളമുള്ള പാളികളിൽ ആനിമേറ്റ് ചെയ്തിരിക്കുകയാണ് ദില്ലി സ്വദേശി സുമാക്ഷി സിംഗ്. വാസ്കോഡഗാമയും സാമൂതിരിയും കൂടാതെ പുരാണ കഥാപാത്രങ്ങളുമെല്ലാം സുമാക്ഷിയുടെ ഈ സൃഷ്ടിയിലുണ്ട്. 70 അടി നീളമുള്ള മുറിയിൽ പേപ്പറിൽ നിർമ്മിച്ച നിരവധി പാളികൾ, ഓരോന്നും ഓരോ കഥ പറയുന്നു. ചരിത്ര പുസ്തകങ്ങളെയും പുരാണത്തെയും ആസ്പദമാക്കിയ ഈ ആനിമേഷൻ ബിനാലെയിലെ കലാസൃഷ്ടികളിൽ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്ന ഒന്നാണ്. സൂര്യസിദ്ധാന്തത്തിലെ ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച ഭാഗവും വാസ്കോഡഗാമയും സാമൂതിരിയും തമ്മിൽ സ്വർണത്തിന് പകരം കുരുമുളക് കൈമാറിയതുമെല്ലാം ആനിമേഷനിൽ തെളിയുന്നു. And the animation here in front shows the time when Vasco da Gama's ship arrived here on the night of May 20th, 1498, which is the day that he arrived. And so this animation in front is like a star map, like an astrological moment when he landed and, changed his history and Kerala's history. പാളികളിൽ പൂർണ്ണമല്ലാത്ത ആനിമേഷനുകൾ 6 പ്രൊജക്ടറുകൾ പ്രവർത്തിപ്പിച്ച് ഒരു പുസ്തകത്തിന്റെ പേജായി മാറുന്നതാണ് ഇതിലെ കൗതുകം. പാളികൾക്കിടയിലൂടെ നടക്കുന്ന കാഴ്ചക്കാരും അങ്ങനെ ചരിത്രത്തിന്റെ ഏടിലെ ഭാഗമാകുന്നു. കേരള ചരിത്രത്തിലെ വിവിധ കാലഘട്ടങ്ങൾ വിവരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ഭാഗമാവാനുള്ള ശ്രമത്തിലാണ് ഞാനും. കൊച്ചിയിൽ നിന്നും നടരാജ് VP, ഏഷ്യാനെറ്റ് ന്യൂസ്.